ഇതൊരു ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റർ ക്ലിപ്പാണ്, അല്ലെങ്കിൽ ബാരറ്റി ക്ലിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 4mm വയർ എടുത്തിട്ടുണ്ട്. സിൽവറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ബീഡ്സ്, എഡ്ജിലേക്ക് ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തു. ദേ അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. അതിനുശേഷം എഡ്ജിൽ ഇങ്ങനെ സെൻറ്ററായിട്ട് എടുക്കണമെന്നില്ല. അടുത്ത് വീണ്ടും ഒരു ബീഡിട്ട് അതിനെ സെൻറ്ററിലേക്ക്, ആദ്യം ഒന്ന് സൈഡിൽ പിന്നെ സെൻറ്ററിൽ. അതിനിപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഒരു ബീഡ് ഇട്ടതിന് ശേഷം 2 സൈഡിലാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിത് വെറുതെ ഒന്ന് സൈഡിലിട്ടു, അടുത്തതാ ഒന്ന് സെൻറ്ററിൽ കൊടുത്തു, അതിൻ്റെ അടുത്തത് വീണ്ടും സൈഡിലേക്ക് കൊടുക്കുകയാണ്. കണ്ടോ? ഇതുപോലെ നമ്മൾ പോളൻസ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തു. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാം ചെയ്യാം. ഇതുപോലെ. ഇനി ഒരു 5 or 6, ഞാൻ 5 ബീഡിന് അടുത്ത് 6 വേണമെങ്കിലും എടുക്കാം. ഒരു 5 ബീഡ്സ് എടുക്കുക. അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് സർക്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങ് വെച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഒന്നിങ്ങനെ മടക്കി നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ. ഒത്തിരി അങ്ങ് ഇത് ചെയ്യേണ്ട, എന്താ പറയുക, ഇതുപോലെ ഒന്നാക്കി അതിനകത്തൊരു സ്റ്റോൺ വെക്കാൻ കണക്കിനുള്ള ഗ്യാപ്പ് മതി. ഇനി ഒരു 6 വേണമെങ്കിലും 6ഉം കൊടുക്കാം. കുറച്ചുകൂടെ വലുതാണെങ്കിൽ നമുക്ക് ക്ലിപ്പ് സ്റ്റോണൊക്കെ വേണമെങ്കിലും കൊടുക്കാം, കളറിലുള്ളത് വേണമെങ്കിലും കൊടുക്കാം. ഇത് നമുക്കൊരു ആവശ്യത്തിനുള്ളത് ചെയ്തെടുക്കാം. നമ്മൾ സെൻറ്റർ ക്ലിപ്പിനനുസരിച്ച് ഒരു 4 or 5 വേണമെങ്കിൽ ചെയ്തെടുക്കാം. കണ്ടോ? ഇനി അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ എടുത്തിരിക്കുന്ന വെൽവെറ്റിൻ്റെ ഫ്ലവറാണ് കേട്ടോ. ഒപ്പം വെൽവെറ്റിൻ്റെ ഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എഡ്ജ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എഡ്ജ് ഇതുപോലെ ഒന്ന് ഷാർപ്പായിട്ട് നിൽക്കും. അത് നമ്മൾ ഹെയറിൽ ഇങ്ങനെ സെൻറ്റർ ക്ലിപ്പിലോ നോർമൽ ക്ലിപ്പിൽ വെച്ചാലും അത് നമ്മുടെ ഹെയറിൽ ഇങ്ങനെ വലിയും, ഹെയറിൽ കയറി തട്ടാനിടയുണ്ട്, പിന്നെ അത് ഇളകി വരും. അതുകൊണ്ട് അതിന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറയിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഒത്തിരി നീളമുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിലോട്ടൊന്ന് മടക്കി അങ്ങ് വെച്ച് കൊടുത്താൽ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അത് പുറത്തേക്ക് പിന്നെ ഇത് ചെയ്യില്ല. കണ്ടോ? ഇത് നമുക്ക് സെൻറ്റർ ക്ലിപ്പ് അല്ലാതെ തന്നെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലും വെച്ച് ചെയ്യാം കേട്ടോ. ഞാനത് സെൻറ്റർ ക്ലിപ്പായിരുന്നു ചെയ്യേണ്ടത്, അതുകൊണ്ട് ചെയ്തതാണ്. കണ്ടോ? ഇനി അടുത്ത് സെൻറ്റർ ക്ലിപ്പ് എടുക്കുക. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്യണം. നമുക്കിത് B7000 ഗ്ലൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒപ്പം നമുക്ക് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചും ചെയ്യാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഓരോന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാനൊരു ബീഡിൻ്റെ ഇത് വെച്ച് കൊടുക്കുന്നു. ഇതുപോലെ അത് കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു വെൽവെറ്റിൻ്റെ ഫ്ലവർ. ഇത് നിങ്ങൾക്ക് ഗ്രീനിൽ ഇപ്പോൾ ഒരു ക്രിസ്മസ് കോമ്പിനേഷനായിട്ട് ഗ്രീന് ചെയ്തെടുക്കാം. ഗ്രീനും റെഡും കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം ഇത് കളർ ഫ്ലവേഴ്സിൻ്റെ. വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. ഉടനെ നമ്മൾ എടുക്കരുത്, കുറച്ചൊരു സമയം നല്ല ഡ്രൈ ആയതിനു ശേഷം എടുക്കണം. കാരണം സെൻറ്റർ ക്ലിപ്പാണ്, നല്ല രീതിയിൽ പേസ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു 1.5 വിട്ടങ്ങ് വെച്ച് കൊടുക്കുക. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇത് മാത്രമാണ്, ഈ ബീഡ്സിൻ്റെ മാത്രമാണ് വെക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോൺ കൊടുത്താലും മതി. അല്ലെങ്കിൽ ക്ലിപ്പ് സ്റ്റോൺ പല കളറിൽ അവൈലബിൾ ആണ്. നമുക്ക് അതെല്ലാം ഇങ്ങനെ മാറി മാറി വേണമെങ്കിലും കൊടുക്കാം. ഈ ഫ്ലവറിന് പകരം നമുക്ക് റെഡ് വേണമെങ്കിൽ റെഡ് കൊടുക്കാം. വെൽവെറ്റിൻ്റെ ഫ്ലവർ ഇല്ല എങ്കിൽ അതും കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. വെച്ചതിന് ശേഷം എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരേ ലെവലിലാണോ എന്ന് നോക്കി. വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാനിതുവരെയും കണ്ടിട്ടില്ല. ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. നല്ല രസമായിരുന്നു ചെയ്തു വന്നപ്പോൾ. കണ്ടോ? ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക്, ഇനി അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലേക്ക് സ്റ്റോൺസ് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഈ സ്റ്റോൺസ് കൊടുക്കുകയാണ്. ക്ലിപ്പ് സ്റ്റോൺ വേണമെങ്കിൽ ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കാം കേട്ടോ. ഞാൻ ക്ലിപ്പ് സ്റ്റോൺ അല്ല, വെറുതെ സിമ്പിൾ സ്റ്റോണാണ് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ക്ലിപ്പ് സ്റ്റോൺ ഉണ്ടെങ്കിൽ കളർ ക്ലിപ്പ് സ്റ്റോൺ വേണമെങ്കിലും കൊടുക്കാം. ഇത് ഡ്രൈ ആയിട്ടില്ല, ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ പ്രസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ഇളകി വരും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഡ്രൈ ആയതിന് ശേഷം നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ ആ സ്റ്റോണും കൂടെ വരുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. ഇനി റെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് കൊടുക്കാം. കളർ ഉണ്ടെങ്കിൽ ഏത് കളറാണ് വേണത് അതിനനുസരിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ അത് വൈറ്റാണ് കൊടുത്തത്. ശരിക്കും ഭയങ്കര സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നോക്കിയേ, കണ്ടോ? ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഫിക്സ് ചെയ്ത് എല്ലാം നമുക്കിത് ക്രിസ്മസിനൊക്കെ വളരെ വെറൈറ്റി ആയിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇത് കുട്ടികൾക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. കണ്ടല്ലോ, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.